ഇന്ന് വിജയദശമി. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഉൾപ്പെടെ വൻ ഭക്തജന തിരക്ക്. RSSന് ഇന്ന് 100 വയസ്സ് തികയുന്നു. സ്വയം സേവകരുടെ പഥസഞ്ചലനമടക്കം രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നാഗ്പൂരിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. മാസം മുമ്പ് സംഭരിച്ച നെല്ലിന്റെ വില ഇതുവരെ ലഭിച്ചില്ല. അപ്പർ കുട്ടനാട്ടിലെ നെൽ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. പണമില്ലാത്തതിനാൽ അടുത്ത സീസണിലെ പണികൾ പാതി വഴി. ട്രംപിന്റെ സമാധാന പദ്ധതി പാളുന്നു. നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്ത് ഗാസയെ 2ആയി വിഭജിച്ചുവെന്ന് ഇസ്രായേൽ. ജനങ്ങൾ ഉടൻ ഗാസ വിടണമെന്ന മുന്നറിയിപ്പ്. അല്ലാത്തവരെ ഭീകരവാദികളായി കണക്കാക്കും. സഹായവുമായി എത്തിയ ബോട്ടുകൾ തടഞ്ഞ് ഇസ്രായേൽ നാവികസേന. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തൻബർഗ് അടക്കമുള്ളവർ ബോട്ടിൽ.